വാതിൽക്കിൽ നിന്ന് അടിച്ചിറക്കിയിട്ടും ജനലിലൂടെ തിരികെ കയറാൻ ശ്രമിക്കുന്ന ഗതികെട്ട പാകിസ്ഥാനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. US-ഇറാൻ സമാധാന ചർച്ചകളിൽ ഞങ്ങളാണ് പ്രധാന മധ്യസ്ഥർ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു നടന്ന പാകിസ്ഥാന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. അമേരിക്കയും ലോകത്തെയും കബളിപ്പിക്കാൻ ഇറാനൊപ്പം ചേർന്ന് പാകിസ്ഥാൻ നടത്തിയ കള്ളക്കളികൾ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാനെ മധ്യസ്ഥ സ്ഥാനത്ത് നിന്ന് അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളെ കണ്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് നന്ദി പറഞ്ഞിരുന്നു. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ ഗൾഫ് രാജ്യങ്ങളുടെ പേരുകൾ എടുത്തു പറഞ്ഞ ട്രംപ് പക്ഷേ അവിടെ പാകിസ്ഥാന്റെ പേര് ബോധപൂർവം ഒഴിവാക്കി. ഇറാനുമായി ഒരു കരാറിലെത്താൻ അമേരിക്ക നൽകുന്ന അവസാനത്തെ അവസരമാണിതെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ കളിച്ച ഇരട്ടത്താപ്പ് കൃത്യമായി മണത്തറിഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള രഹസ്യ അജണ്ടകൾ അമേരിക്ക തിരിച്ചറിഞ്ഞു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണിത്. പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തിൽ യാതൊരു വിശ്വാസ്യതയും ഇല്ലെന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ സന്ദേശങ്ങൾ കൈമാറുകയും ഏപ്രിലിലെ താൽക്കാലിക വെടിനിർത്തലിനും ജൂണിലെ ഇസ്ലാമാബാദ് ധാരണാപത്രത്തിനും വേദിയൊരുക്കുകയും ചെയ്തത് പാകിസ്ഥാനായിരുന്നു. ലോകത്തിന് മുന്നിൽ ഒരു സമാധാന ദൂതനായി ചമയാനുള്ള പാകിസ്ഥാന്റെ വലിയൊരു തത്രപ്പാടും തന്ത്രമൊക്കെയായിരുന്നു ഇത്. എന്നാൽ ഇറാനുമായി ചേർന്ന് അമേരിക്കയെ കബളിപ്പിക്കാനാണ് ഇസ്ലാമാബാദ് ശ്രമിച്ചതെന്ന് വ്യക്തമായതോടെയാണ് ട്രംപ് ഇവരെ മധ്യസ്ഥ പട്ടികയിൽ നിന്ന് ഒറ്റയടിക്ക് വെട്ടിമാറ്റിയത്. എന്നാൽ അമേരിക്ക പരസ്യമായി അപമാനിച്ചിട്ടും ഈ മധ്യസ്ഥ റോളിൽ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങാനാണ് പാകിസ്ഥാന്റെ ശ്രമം. ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയെയും പാർലമെന്റ് സ്പീക്കറും പ്രധാന മധ്യസ്ഥനുമായ മുഹമ്മദ് ബാഖർ ഗാലിബാഫിനെയും പാകിസ്ഥാൻ അടിയന്തരമായി ഇസ്ലാമാബാദിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അമേരിക്ക ഞങ്ങളെ ഒഴിവാക്കിയിട്ടില്ല എന്ന് ലോകത്തെ കാണിക്കാനുള്ള പാകിസ്ഥാന്റെ ഗതികെട്ട PR വർക്കാണിത്. തങ്ങളുടെ കുതന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാകിസ്ഥാനെ പോലെ വിശ്വാസ്യതയില്ലാത്ത മറ്റൊരു രാജ്യം വേറെ ഇല്ലാത്തത് കൊണ്ട് ഇറാനും പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാൻ പറയുന്നത് പാകിസ്ഥാൻ മതി എന്നാണ്. പുതിയ രാജ്യങ്ങൾ ആരും മധ്യസ്ഥതയ്ക്ക് വന്നിട്ടില്ലെന്നും പാകിസ്ഥാൻ തന്നെയാണ് തങ്ങളുടെ പ്രധാന മധ്യസ്ഥർ എന്നുമാണ് ഇറാൻ പറയുന്നത്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ വില എന്താണെന്ന് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി വരച്ച് കാണിച്ചിരിക്കുകയാണ്. ഇറാനൊപ്പം ചേർന്ന് അമേരിക്കയെ പറ്റിക്കാമെന്നും ഒപ്പം ചുളിവിൽ അന്താരാഷ്ട്ര സ്റ്റാറും ആകാമെന്ന പാകിസ്ഥാന്റെ മോഹങ്ങളാണ് ഇവിടെ തകർന്നടിഞ്ഞത്. നാണം കെട്ട് വീണ്ടും മധ്യസ്ഥത ചമയാൻ പാകിസ്ഥാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ അവരുടെ ഗതികേടിന്റെ ആഴം വ്യക്തമാക്കുന്നു. കള്ളക്കളി കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ ഈ നാടകം ലോകത്തിന് മുന്നിൽ വലിയൊരു കോമഡിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.